എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്റ്റൂ അപ്പത്തിന് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ സ്ക്രീനിലോ നോക്കിയാൽ മതി. ഈ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, 2 ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില ഇവയും കൂടെ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ഇവിടെ എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കൂട്ടുകളെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സ്ക്വയറായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇഞ്ചി കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇവിടെ നടുവേ കീറിയാണ് എടുത്തിരിക്കുന്നത്. സവോള നീളത്തിലല്ല, കുറച്ച് സ്ക്വയറായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സ്റ്റൂവിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ഇവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും ഒക്കെ വേവ് വളരെ കുറവായതുകൊണ്ട് ഒരു സാധാരണ പാത്രത്തിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. കുക്കറിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകളെല്ലാം കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് മസാലകളും ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ പകുതി മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2-ാം പാലും കൂടി ഒഴിച്ചിട്ടാണ് സ്റ്റൂവിനുള്ള കൂട്ടുകൾ വേവിച്ചെടുക്കുന്നത്. കൂട്ടുകൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം സ്റ്റൗവിൽ തീ ഏറ്റവും കൂടുതലായിട്ടാണ് വെച്ചിരിക്കുന്നത്. തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന 2-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം 1-ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കരുത്. ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. കുറച്ച് എരിവും ഉപ്പും കുറവുള്ളതുകൊണ്ട് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പത്തിന് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വെജിറ്റബിൾ സ്റ്റൂ. ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ബെല്ലൈക്കണും ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.